അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അതിന് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി അല്ലികൾ ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 10-15 സെക്കൻഡ് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ കൈകൊണ്ട് പിച്ച് ചീന്തി മുറിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാതെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരവിടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത് പൊടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല പൗഡറാണ്. തന്തൂരി ചിക്കൻ മസാല പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല പൊടിയോ ചേർത്ത് കൊടുക്കുക. തന്തൂരി ചിക്കൻ മസാല പൗഡറാണ് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ സവാളയ്ക്കും ക്യാപ്സിക്കത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയുടെ കുരു മാറ്റിയിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഈ സവാളയും ക്യാപ്സിക്കത്തിന് അധികം വേവില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി വാടി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, കടിക്കാൻ കിട്ടണം. നമുക്കിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും, അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇനി ഇപ്പോൾ ഇത് ചൂടാണ്, ഇതിൻ്റെ ചൂട് ഒന്ന് നന്നായിട്ടൊന്ന് മാറണം. ഫ്ലെയിം ഓഫാക്കുക. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഫ്രഷ് ക്രീമാണ് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ചീസാണ്. ഈ ഒരു സ്നാക്സിന് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ക്രീം എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിലാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ്
ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്, ഒരു കുഴഞ്ഞ പരുവത്തിൽ. ഇതിവിടെ ഇരിക്കട്ടെ, മൂടി വെക്കാം. ഞാൻ എന്താ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തു. ബ്രെഡ് നമുക്ക് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കണം. ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ബ്രെഡ് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് ബ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. ഒന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് മൈദയിൽ കോട്ടിങ് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് മൈദ ഒന്ന് ചെറിയൊരു ലൂസ് ബാറ്ററായിട്ട് തയ്യാറാക്കിയിട്ട് അതിൽ കോട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയത കട്ടിക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി മൈദ കൈ കൊണ്ട് ഈ വശങ്ങളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ വശങ്ങളിലൊന്ന് ആക്കി കൊടുക്കാം. കൈ കൊണ്ട് തേച്ച് കൊടുക്കാം. 2 ബ്രെഡിലും കൈ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഫുള്ളായിട്ട് വേണ്ട, ഈ വശങ്ങളിൽ മാത്രം മതി. ഇനി ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ഒരു ബ്രെഡിൻ്റെ നടുഭാഗത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡ് വെച്ച് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയത് മുട്ടയുടെ മിക്സില്ലേ, അതിലിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 15 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് ഫ്രീസറിൽ ഇപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത് ഒന്ന് കട്ടിയായിട്ട് വരണം. അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇത് നമുക്ക് 1 മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു സിപ്പിലോ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ നമുക്ക് എടുക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. 1 മാസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പം ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ടല്ല അടുക്കി വെച്ചത്, അങ്ങനെ വെക്കരുത്. ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം നല്ലതുപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ചെറിയൊരു ബ്രൗൺ നിറം ആവണം. ഇപ്പോൾ 2 വശവും മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മാത്രം മതി, വയറ് നിറയാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും.
പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.